കഴിഞ്ഞ ദിവസം എന്തായാലും ഞാൻ ചക്കക്കുരു കറി വെക്കണമെന്ന് വെച്ച രീതി ചേട്ടായി വറുത്തരച്ച് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ചക്കക്കുരു പിന്നെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അപ്പോൾ ഈ പ്രാവശ്യം എളുപ്പമുണ്ടായിരുന്നു. ചിരണ്ടി നമ്മൾ വെളുപ്പിച്ചില്ല, പുറത്തെ തൊലി മാത്രം കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആകെ ഇട്ടേക്കുന്നത് നമ്മുടെ സവോള അരിഞ്ഞിട്ടു, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് നമ്മൾ വേഗം വെച്ചു കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് ഇത് തേങ്ങ അരച്ചുള്ള കറിയല്ല, നമ്മൾ അന്ന് തേങ്ങ അരച്ചല്ലേ വറുത്തരച്ചല്ലേ കറി വെച്ചത്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കുകയല്ല, പക്ഷേ തേങ്ങ നമുക്ക് വറുത്തിടണം, കൊത്തി വറുത്തിടണം. അത് ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ അതേ കഞ്ഞി വേകുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞിക്ക് വെള്ളമില്ലാതെ കിടക്കുക. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയിലങ്ങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. കൂടുതൽ എടുത്തു വെക്കാനും ഒന്നുമില്ല, പക്ഷേ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചക്കക്കുരു പിന്നെ എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. പക്ഷേ ഈ കറിക്ക് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നല്ല വേകുന്ന ചക്കക്കുരുവായിരുന്നു. അപ്പോൾ വെന്ത് നന്നായിട്ടൊന്ന് 2-3 വട്ടം തിളച്ചപ്പോൾ തന്നെ ഒരുവിധം വെന്ത് കിട്ടി. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. നമുക്ക് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവണ്ട. വെള്ളം ശകലം കൂടുതലാണെന്ന് തോന്നുന്നു. അത് നമുക്ക് കടുക് വറുത്ത് ചേർക്കുമ്പോഴത്തേനും പറ്റിച്ചെടുക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും ഈ പരുവത്തിലായിട്ടുണ്ട്. എൻ്റെ ഫോണിലേ എനിക്ക് നല്ല കളറിൽ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്താണെന്നറിയത്തില്ല. അത് ഇവിടുത്തെ വെട്ടത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തു, നമ്മുടെ തേങ്ങ കൊത്തി വെച്ചിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാലേ, ഞാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ലാഞ്ഞുകൊണ്ട് അരിയുന്നതും പിളക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അറിയാമല്ലോ അരിഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് ഇച്ചിരി മുഴുത്ത കൊത്തായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുത്ത്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് നല്ല രുചി തരുന്നൊരു സാധനമേ. ഇതിനെ വറുത്തെടുത്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചക്കക്കുരു കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിലവിൽ അതിനകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കടുകിട്ട് വറുത്തിട്ട് അതിനകത്തേക്ക് ഉള്ളിയും കരിയാപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ സിമ്പിൾ രുചിയാണ് കേട്ടോ. ഇതിനൊരു അരുചിയല്ല, ഒരു വേറെ രുചികളൊന്നും വരത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു രുചി കിട്ടും. ഇതിനകത്ത് കൂടുതൽ സാധനങ്ങൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ശരിയാക്കിയെടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കറിക്ക് ഇച്ചിരി വെള്ളം കൂടുതലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പതിയെ നമ്മൾ ആ വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാം. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഇതങ്ങ് നന്നായിട്ട് പറ്റിക്കോളും. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രേവിക്കകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒരു നല്ല ഗ്രേവിയാക്കി മാറ്റണം. ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അത് വേറൊരു ഇതായി പോകും. ഇച്ചിരിച്ചേ ഒഴിച്ചൊഴിച്ച് അതിനെ ഒരു നല്ല കട്ടിയുള്ള ഗ്രേവി ആക്കിയിട്ട്, ഈ ഇൻഡാലിയത്തിൻ്റെ ചട്ടി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല എന്ത് കറി വെച്ചാലുമേ എന്തായാലും നമ്മൾ ഇച്ചിരിച്ചേ എടുത്ത് അത് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കുറുകുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലെടുത്ത് അങ്ങിടാം. അപ്പോൾ ഈ ഒരു കളറൊക്കെ അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചട്ടിയോടുകൂടി നമ്മളങ്ങ് എടുത്ത് കമത്തി, എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ വേവിക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തത്തെ നമ്മൾ ഇത്രയും സാധനമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്തത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് അങ്ങെടുത്ത് കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ വായിൽ ഇങ്ങനെ വെള്ളം വരിക. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തും ഇച്ചിരി കറിയും ആ ചോറും കൂടെ വാരി അങ്ങോട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കഴിക്കട്ടെ. എന്നാ പറയാനാ, വായിൽ വെള്ളം വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വോയിസ് നിർത്തേണ്ട ഗതികേടില്ല ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ചക്കക്കുരുവും കൂടെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ചക്കക്കുരു നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു. ഈ ഒരു പരുവത്തിലേക്കൊക്കെ കറി ഒരു സെറ്റപ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കിയില്ല കേട്ടോ. ഒരു പെരളൻ പരുവത്തിലിങ്ങ് എടുത്തേ. അതാണ് കുറച്ചുകൂടെ നല്ല ഗ്രേവിയൊക്കെയാണ്. അപ്പോൾ തീരെ വെള്ളം പോലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവത്തിലിങ്ങെടുത്തു. കൂടുതൽ ഉണങ്ങിപ്പോയാലും ടേസ്റ്റ് കാണും, എന്നാലും ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി ചോറുണ്ണാന്ന് ഓർത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇച്ചിരി ചോറൊക്കെ എടുത്തു. നമ്മുടെ എന്നാ പറയുന്നത് കറി ഇച്ചിരി എടുത്തു. വേറെ കറിയൊന്നുമില്ല, ഇത് മാത്രം മതിയെന്നേ കഴിക്കാനായിട്ട്, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ എടുത്ത് ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. തേങ്ങാക്കൊത്ത് ചക്കക്കുരു ഒക്കെ ആയിട്ട് കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.